ഹായ് കൂട്ടുകാരെ, നമുക്ക് പെട്ടെന്നൊരു കുക്കർ മന്തി ഉണ്ടാക്കിയാലോ? കുട്ടികളൊക്കെ ഇഷ്ടമാവുന്ന എല്ലാവർക്കും മന്തിയല്ലേ ഇഷ്ടം. അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ എനിക്ക് 300 വാച്ച് അവറോളം ഞാൻ എത്തിയായിരുന്നു. അത് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞുകൊണ്ട് അതിപ്പോൾ 100-ലോട്ട് പോയി. അപ്പോഴേ ആഹപ്പാടെ മനസ്സ് മടിച്ച്. ഇതുകൊണ്ട് വന്നിട്ട് ഏണിങ്സ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് എത്ര റിസ്ക് എടുത്തിട്ട് ഞാൻ വീഡിയോകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നത്. കാരണം വെച്ചാൽ എനിക്ക് ഡിസ്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരുപാട് നേരം കിച്ചണിൽ നിന്നുള്ള പരിപാടിയൊന്നും എനിക്ക് പറ്റത്തില്ല. എന്നാലും ഞാൻ ബെൽറ്റ് കെട്ടിക്കൊണ്ടും ഒരു ഏണിങ്സ് വേണമെന്നുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇതിനോട്ട് ട്രൈ ചെയ്തത്. പിന്നെ ഞാൻ നിർത്തണ്ടെന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ 2055 പേര് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് സബ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും എനിക്കിത് വീണ്ടും ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ കമൻറ്റിൽ ആരും അങ്ങനെ മെസ്സേജൊന്നും ഇടാറില്ല, എന്നാലും ഞാൻ പറയണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് പറഞ്ഞ മന്തിക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാം. അതിന് ആദ്യം വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അതിലോട്ട് കുറച്ച് കുരുമുളക്, കുറച്ച് പെരുംജീരകം, ചെറുനാരങ്ങ, സൺഫ്ലവർ ഓയിൽ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ചൂടായതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി അതിലോട്ടിട്ട് ഒരു 50% വേവിച്ച് ഊറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് മന്തിക്കുള്ള ചിക്കൻ റെഡിയാക്കാം. നമ്മൾ കുക്കർ മന്തിയാണ് വയ്ക്കുന്നത്. അപ്പം ആ ചിക്കൻ, 1 കിലോ ചിക്കൻ, അതിനകത്ത് ഒരു ക്യാപ്സിക്കം, ഒരു സവാള, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മാഗി ക്യൂബ്, കുറച്ച് കളറ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ടൊമാറ്റോ പ്യൂരി, അതായത് 2 ടൊമാറ്റോ എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ പ്യൂരി ചേർത്ത് നല്ലതുപോലെ മസാലാസ് നല്ലോണം പുരട്ടി Dance with me. Back and forth. Move my body back and forth. Move my body back and forth. Move my body back and forth. Move my body. 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ ടപ്പേന്ന് പറഞ്ഞ് ചെയ്യണമെങ്കിൽ ടപ്പേന്ന് പറഞ്ഞ് ചെയ്യാം. ഇത് ഞാൻ അപ്പോഴേ തന്നെ ചെയ്യുകയാണ്. എന്നിട്ട് 2 കുക്കറിലാണ് ചെയ്യുന്നത്. 2 കുക്കറിലെടുത്തിട്ട് നല്ലതുപോലെ ഈ ചിക്കൻ നമ്മൾ മസാല നിരത്തി വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സൺഫ്ലവർ വീത്തിയിട്ട് നമ്മൾ ഈ 50% വേവിച്ചിരിക്കണ റൈസ് ഇതിൽ തട്ടിപ്പൊത്തി 2-3 പച്ചമുളകും കുത്തി, കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളവും കലക്കിയത് ഒഴിച്ച്, മുളക് പൊടി കലക്കിയത് ഒഴിച്ച്, അത് കഴിഞ്ഞിട്ട് സ്മോക്ക് ചെയ്യാൻ വേണ്ടി ചിരട്ടക്കരി നമ്മൾ കരിച്ചെടുത്തിട്ട് ആ ചിരട്ടക്കരി ഒരു പാത്രത്തിലെടുത്ത് ഈ കുക്കറിൻ്റെ മേളിൽ വച്ചിട്ട് കുറച്ച് സൺഫ്ലവർ വീത്തി കുക്കർ അടച്ച് ഒരു ഫിസിലിനകത്ത് നമ്മളെ കുക്കർ മന്തി ഇവിടെ റെഡി.